ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് നാരായണീയം വായിക്കാം. ദശകം 75 കംസവധം 1ഉം 2ഉം ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അതിൽ എന്താ പറഞ്ഞേ നമുക്ക് നോക്കാം. ഇവിടെ കംസൻ മല്ലയുദ്ധം വച്ചു, മല്ലന്മാരെയൊക്കെ വരുത്തി ക്ഷണിച്ചു. അങ്ങനെ ക്ഷണപ്രകാരം എത്തിയിരിക്കുന്ന രാജാക്കന്മാർ മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായി. നന്ദഗോപരും ഒരു മാളികയിൽ കയറിയിരുന്നു. കംസൻ തൻ്റെ സൗധത്തിൽ ഇരിപ്പുറപ്പിച്ചു. അങ്ങാകട്ടെ, അതാണ് ഭഗവാനാകട്ടെ, ബലരാമനോടും ഗോപന്മാരോടും കൂടി മനോഹരമായി അണിഞ്ഞൊരുങ്ങി മല്ലരംഗത്തിൻ്റെ വാതുക്കലെത്തി നിന്നു. അവിടെ വാതിൽ അടച്ച് കുവലയപീഠമെന്ന പേരുള്ള ഒരു കൊമ്പനാനയെ നിന്നതായി കണ്ടു. കൊമ്പനാനെ കൊണ്ട് നിർത്തിയത് എന്തിനാ? കംസൻ ഭഗവാൻ കുഞ്ഞല്ലേ, കുട്ടികളല്ലേ, വരുമ്പോഴേ ഒരു ചവിട്ടോ അല്ലെങ്കിൽ കൊമ്പുകൊണ്ടൊന്ന് കുത്തിയാൽ അപ്പോഴേ തീരുമല്ലോ. അതുകൊണ്ട് കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു. ഒരു കുവലയാപീഠം, ആനയുടെ പേരാണ്. അങ്ങനെ കൊണ്ട് നിർത്തി. എന്നിട്ട് കോപിച്ച് നിൽക്കുന്ന ഈ കൊമ്പനാനയെ കണ്ട് കൊമ്പനാനയെ കൊണ്ട് രാമകൃഷ്ണന്മാരെ ഹിംസിക്കുക, അത് കൊല്ലുക എന്നതായിരുന്നു ഈ കംസൻ്റെ ഉദ്ദേശം. അതിനാണ് ഈ വാതിൽക്കൽ തന്നെ അതിനെ കൊണ്ട് നിർത്തിയത്. എന്നുവെച്ചാൽ കുട്ടികൾ ചെറിയതല്ലേ, ബലഹീനരല്ലേ, ആനയ്ക്കൊരു ചവിട്ടിനല്ലേ ഉള്ളൂ, നിഷ്പ്രയാസം ആന അവിടെ കഥ കഴിച്ചുകൊള്ളുമെന്ന മിഥ്യാധാരണ, തെറ്റിദ്ധാരണ, അതായിരുന്നു കംസനുണ്ടായത്. ഈ ത്രിലോകത്തെയും സംഹരിക്കാൻ കഴിവുള്ള കൃഷ്ണൻ്റെ മാഹാത്മ്യം തെല്ലും ചിന്തിക്കാതെയാണ് കംസൻ ഈ അവിവേകത്തിന് ഒരുങ്ങിയത്. ഫലമോ നേരെ തിരിച്ചാണല്ലോ. ഭഗവാൻ ആ ആനയെ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും ആന എന്താ ചെയ്തതെന്ന്. അതായത് ഭഗവാൻ അവിടേക്ക് നടന്നപ്പോൾ എന്താ, എടോ പാപിഷ്ട, വഴിവിട്ട് വേഗം മാറി നിൽക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു ഈ ആനയോട് 2ാം ശ്ലോകത്തിൽ. അപ്പോൾ മാറി നിൽക്ക് പാപിഷ്ട എന്ന് പറഞ്ഞപ്പോൾ എന്ന നിന്തിരുവഴിയുടെ ഭഗവാന്റെ വാക്ക് കേട്ട് നിഷ്ഠൂരനും ദുർബുദ്ധിയുമായ പാപ്പാൻ്റെ പ്രേരണയാൽ അതിവേഗത്തോടെ ആന എന്ത് ചെയ്ത് ഭഗവാനെ പിടിച്ചു. എന്നാൽ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങ് ലീലയായി തന്നെ, അത് ഭഗവാന്റെ മഹാമായ, ആ ലീല, മഹാമായ വെച്ചാൽ ഭഗവാന്റെ കളി, ലീല എന്തു വന്നു? ആനയുടെ പിടുത്തത്തിൽ നിന്ന് മോചനം നേടി. പെട്ടെന്ന് തന്നെ ഭഗവാൻ ആനയുടെ പിടുത്തത്തിൽ നിന്ന് മോചനം നേടി. എങ്ങനെയാ? ഭഗവാന്റെ മായയാൽ. എന്നിട്ടോ ഗോപസ്ത്രീകളുടെ കുചകുംഭത്തോട് കിടമത്സരമുള്ള ആ ആനയുടെ മസ്തകത്തിൽ ഒറ്റ അടി കൊടുത്തു. അപ്പം മസ്തകം എന്ന് വെച്ചാൽ അത്രമാത്രം ആ ഒരു 2 ഭാഗവും കുടം പോലെ ഉന്തി നടുക്കൊരു കുഴി. കാരണം നമ്മുടെ മാറ്, സ്ത്രീകളുടെ മാറ് നടുക്കൊരു ഉന്തലും, സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കും ഉണ്ട്, നടുക്കൊന്ന് കുഴിയിട്ട് അപ്പുറം ഇപ്പുറം മസ്തകം പോലെ. അതിനാണ് ഇവിടെ ഉപമിച്ചെന്ന് കൂചകുംഭമെന്ന്. അപ്പം ഗോപസ്ത്രീകളുടെ കൂചകുംഭത്തോട് കിടമത്സരമുള്ള ആ ആനയുടെ മസ്തകത്തിൽ ഒറ്റ അടി കൊടുത്ത്. എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു? അടിച്ചിട്ട് ആ ആനയുടെ കാൽ ചുവട്ടിൽ ഒളിച്ചു നിന്ന്. കണ്ണനൊരു കുട്ടിയല്ലേ, ഒരു കൊച്ചു കുഞ്ഞ്, ആനയുടെ കാലിനൊക്കെ 2-3 കുട്ടികളുടെ വണ്ണം കാണും. എന്നാൽ ഭഗവാൻ അവിടെ ഒന്ന് മറന്നു നിന്ന് ആന കാണത്തില്ല. അങ്ങനെ കാൽ ചുവട്ടിൽ ഒളിച്ചു നിന്നിട്ട് പിന്നീട് അത് കഴിഞ്ഞ് ചിരിച്ചും കൊണ്ട് പുറത്തേക്ക് വന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്കിനി 3ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടതി മുനിജനസ്യേവധാവൻ ഗജേന്ദ്രം ക്രീഡൻ ആപാത്യ ഭൂമോ പുനർ ആഭിപതതസ്തസ്യ ദന്തം സജീവം മൂലാൽ ഉന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാതാസ്ത്വം ഹാരം ഏഭിർ ലളിത വിരചിതം രാധികായൈ ദിശേതി. ഹസ്തപ്രപ്യോപ്യഗമ്യോ ഝടതി മുനിജനസ്യേവധാവൻ ഗജേന്ദ്രം ക്രീഡൻ ആപാത്യ ഭൂമൗ പുനർ അപിപതതസ്തസ്യ ദന്തം സജീവം മൂലാൽ ഉന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാതാസ്ത്വം ഹാരം ഏഭിർ ലളിത വിരചിതം രാധികായൈ ദിശേതി. ഭഗവാൻ അങ്ങനെ ഒളിച്ച് കാഴ്ചയോടെ നിന്നിട്ട് പിന്നെ ചിരിച്ചും കൊണ്ട് പുറത്തേക്ക് പോന്ന്. എന്നിട്ടോ എങ്ങനെയാ
മഹർഷിവര്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് പോലെ ഒരു മഹർഷിയുടെ മുമ്പിൽ ചെന്ന് എങ്ങനെ നമ്മൾ പ്രത്യക്ഷമായി ചെന്ന് നിൽക്കുന്നേ, അതുപോലെ ഭഗവാൻ ആനയുടെ ഈ തല്ലിപ്പൊളി ആന, അതായത് അത്രമാത്രം ഭഗവാനെ ചെന്ന് പിടിച്ചു കൊല്ലാനുള്ള പ്രേരണ പാപ്പാൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ആനയുടെ മുമ്പിൽ ചിരിച്ചും കൊണ്ട് ചെന്ന് മുമ്പ് ചെന്ന് ചിരിച്ചുകൊണ്ട് ചെന്ന് പ്രത്യക്ഷ രൂപത്തിൽ നിൽക്കുക ഭഗവാൻ. അങ്ങനെ ആനയുടെ മുമ്പിൽ ചെന്നങ്ങ് നിന്നു. ഇതാ എന്നെ പിടിച്ചോ എന്ന പോലെ, തൊട്ടില്ല എന്ന പരുവത്തിൽ. അപ്പം ഇപ്പം പിടിക്കും എന്നുള്ള രീതിയിലാണ്. ഇപ്പം പിടിക്കുമെന്ന് നമുക്കൊക്കെ തോന്നുകയും ചെയ്യും, ആനയ്ക്കും തോന്നുകയും എനിക്ക് ഇപ്പം തന്നെ പിടിക്കാമെന്ന്. പക്ഷേ ഇതാ എന്നെ പിടിച്ചോ എന്ന പോലെ തൊട്ടില്ല എന്ന പരുവത്തിൽ ആന തൊടാൻ ഭാവിക്കുമ്പോൾ എന്ത് ചെയ്യും? പിടികൊടുക്കാതെ ഓടിക്കളയും ഭഗവാൻ കണ്ണൻ. പിന്നെയും പിടിക്കാൻ ആന ഭാവിക്കുമ്പോൾ കള്ളത്തരത്തിൽ വീണങ്ങ് ഉരുളും. പെട്ടെന്ന് കണ്ണൻ ഈ തുമ്പിക്കൈ ഉയർത്തുമ്പോൾ തന്നെ കണ്ണൻ എന്ത് ചെയ്യും? വീണൊരു ഉരുളക്കം ഉരുളും. അതിനവിടെ തറച്ചു വെച്ചേക്കാണല്ലോ വാതിൽക്ക്, അത് കൂടെ ഓടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ ചെന്ന് തൊട്ടില്ല എന്നുള്ള ഭാവത്ത് നിൽക്കുമ്പോൾ ഈ ആന തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ കള്ളത്തരത്തിൽ വീണുരുളും. പിന്നെയും എഴുന്നേറ്റ് ഇതാ പിടിച്ചോ എന്ന മട്ടിൽ മുമ്പിൽ നിൽക്കും. ഇപ്രകാരം ആനയ്ക്ക് ചുറ്റും ഓടി കയ്യിൽ കിട്ടി എന്ന് തോന്നിച്ചും എന്നാൽ പിടി കൊടുക്കാതെയും കളിച്ച് ആനയെ കളിപ്പിച്ച് ഒടുവിൽ നേരിട്ട് ചാടി കൃഷ്ണനെ കുത്താനായി ഭാവിച്ചു. പലതവണയായപ്പോൾ ആനയ്ക്ക് ഒരു ബുദ്ധി ഉണ്ടല്ലോ, ഇത് എന്നെ കബളിപ്പിച്ച് ചാടിക്കളയാന്നില്ല കണ്ണൻ, എന്നാൽ ഒറ്റ പിടിക്കാൻ പറഞ്ഞിട്ട് കുത്തുകൊണ്ട് ചാടി കുത്താൻ ഒരുങ്ങി. അപ്പോൾ ഒടുവിൽ നേരിട്ട് ചാടി കണ്ണനെ കുത്താൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? ഒഴിഞ്ഞു മാറി. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ ആന ആ ചാടി കുത്താനുള്ള കുത്ത് തറയിലാ കൊണ്ട് അവൻ്റെ കൊമ്പ് രണ്ടും ഭൂമിയിൽ ആഴ്ന്നു. ഭഗവാൻ മാറിയത് കൊണ്ട് കൊമ്പ് താഴേക്ക് ഭൂമിയിൽ ആഴ്ന്നങ്ങ് ഇറങ്ങി. ഉടനെ തന്നെ ഭഗവാൻ ജീവനോടെ അവൻ്റെ കൊമ്പ് രണ്ടും വേരോടെ പിഴുതെടുത്തു. അപ്പോൾ ഭഗവാനും ദേഷ്യമായി. ആ കുത്ത് കൊണ്ടാൽ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയതുപോലെ ഭഗവാനിൽ ആഴ്ന്നിറങ്ങും. ഭഗവാൻ കളിപ്പിച്ച് ഓടി തടന്ന് കളിപ്പിച്ച് ഒടുവിൽ ഈ ആന വിചാരിച്ച ഒരു ചാട്ടം ഒന്ന് കുതിച്ചൊന്ന് കുത്താന്ന്. അപ്പോൾ ഭഗവാൻ ഒഴിഞ്ഞു മാറി. അപ്പോൾ ഈ ഭൂമിയിൽ ചെന്ന് ആഴ്ന്നങ്ങ് ഇറങ്ങി. ഭഗവാൻ എന്ത് ചെയ്തു? ആ ആനയുടെ ജീവൻ പോകാതെ തന്നെ ജീവനോടെ തന്നെ അതിൻ്റെ കൊമ്പ് രണ്ടും ഊരിയെടുത്തു, പിഴുതെടുത്തു. അതിൻ്റെ കടയ്ക്കലെ മുത്തുമണികൾ കൊണ്ട് നല്ലൊരു മാല ഉണ്ടാക്കി രാധയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ആത്മമിത്രത്തിൻ്റെ കയ്യിൽ കൊടുത്തു, ഭഗവാന്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം ആന അതിനുശേഷമേ മരിക്കൂ. ആ താഴേക്ക് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ആ കൊമ്പ് ഭഗവാൻ പിഴുതെടുത്തിയത് മരിക്കുന്നതിന് മുമ്പേ തന്നെ പിഴുതങ്ങെടുത്തു. രാധയ്ക്ക് അതിൻ്റെ മുത്തുമണികൾ കൊണ്ട് മാല കടയ്ക്കലെ മുത്തുമണികൾ കൊണ്ട് നല്ലൊരു മാല ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ആത്മമിത്രത്തിൻ്റെ കയ്യിൽ കൊടുത്തു. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 4. ഗൃഹ്ണാനം ദന്തം അംസേയുധം അഥ ഹലിനാരംഗം അംഗാവിശന്തം ത്വാം മംഗല്യ അംഗഭംഗീരപസഹൃത മനോലോചന വീക്ഷ്യലോക ഹം ഹോ ധന്യോ ഹി നന്ദോ നഹി പശുപാലാംഗനാനോ യശോദ നോ ധന്യേഷണാസ്മ ത്രിജഗതി വയം ഏവേദി സർവേശ ശംസു. ഗൃഹ്ണാനം ദന്തം അംസേയുധം അഥ ഹലിനാരംഗം അംഗാവിശന്തം ത്വാം മംഗല്യ അംഗഭംഗീരപസഹ ഹൃതമനോലോചനാവിശലോക. തെളിവില്ല. ഹം ഹോ ധന്യോ ഹി നന്ദോ നഹി പശുപാല അംഗന നോ യശോദ നോ ധന്യേഷണാസ്മ ത്രിജഗതി വയം ഏവേദി സർവേശ ശംസു. ഭഗവാൻ ആനക്കൊമ്പ് തോളിലേന്തി. കാരണം ഈ ഊരിയെടുത്ത ആനക്കൊമ്പ് തൊണ്ടമ്പലവും ചുമയുണ്ട്. അനന്തരം ആനക്കൊമ്പും തോളിലേറ്റി മല്ലരംഗത്തേക്ക്, അതായത് മല്ലന്മാരുടെ ഒത്തിരി വലിയ യോദ്ധാക്കളായ മല്ലന്മാരാണ് കംസന്റെ ഭടന്മാരില്ല, അവരെ നിർത്തിയേക്കുക ഈ കുട്ടികളോട് മല്ലയുദ്ധത്തിന്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത്? തോളിലേറ്റിക്കൊണ്ട് ചെല്ലുക. ഈ കൊമ്പ് മല്ലരംഗത്തേക്ക് പ്രവേശിച്ച ഭഗവാനെ കണ്ട്
ഭഗവാന്റെ ലാവണ്യത്താൽ കണ്ണും കരളും അപഹരിക്കപ്പെട്ട മാലോകർ പുകഴ്ത്തി പറഞ്ഞു. ഭഗവാന്റെ ഇത് ഈ ആനയുടെ കൊമ്പൊക്കെ ഊരി തോളിൽ വെച്ചുകൊണ്ട് ചേർന്ന് ചെന്നപ്പോൾ മല്ലരംഗം വെച്ചാൽ ഈ മല്ലയുദ്ധം, മല്ലന്മാർ തങ്ങളിലുള്ള യുദ്ധത്തിലാണ് ഇവിടെ കുട്ടികളായ ഭഗവാന്റെ കൂട്ടുകാരും ബലരാമനും കണ്ണനൊക്കെ ചെന്നേക്കുന്നത്. ഈ കൊമ്പും കൊണ്ട് കയറിത്തുമ്പം അവിടെ മാലോകർ ഇത് കാണാൻ നിൽക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, നല്ല സജ്ജനങ്ങളായ ഭക്തന്മാരൊക്കെ കാണും. അതുകൊണ്ട് അവർ ഭഗവാൻ എന്താ കണ്ടേ, ലാവണ്യത്താൽ ഭഗവാന്റെ മുഖം കണ്ണും കരളും അപഹരിക്കപ്പെട്ടു. കാരണം അത്ര സുന്ദര ലാവണ്യം ഭഗവാന്റെ മുഖത്ത്. അത് ഈ മാലോകരായ ജനങ്ങൾ ഈ ഭഗവാന്റെ കണ്ണും കരളൊക്കെ അപഹരിക്കപ്പെട്ട് പുകഴ്ത്തി പറയുക. എന്താ പറയുന്നത് ഈ ജനങ്ങൾ? അഹോ, നന്ദൻ എത്ര ഭാഗ്യശാലിയാ, എന്തൊരു ആനന്ദം! കാരണം ഇത്രയും നല്ലൊരു മകനെ നന്ദന് കിട്ടിയല്ലോ, ഭാഗ്യശാലിയാ. അല്ല, ഗോപ സ്ത്രീകളാണ് ഭാഗ്യമുള്ളവർ. അപ്പം പല പല ജനങ്ങളവിടെ നിൽപ്പുണ്ട്. കുറേ പേര് പറയുന്ന അഹോ, നന്ദൻ എത്ര ഭാഗ്യശാലിയാ. അല്ല, ഗോപ സ്ത്രീകളാണ് ഭാഗ്യമുള്ളത്. കാരണം ഭഗവാന്റെ കൂടെ എപ്പോഴും ഗോപസ്ത്രീകളുണ്ടല്ലോ. അപ്പോൾ അടുത്ത പേര് പിന്നെ കുറേ പേര് പറയാം അതുമല്ല, യശോദയാണ് ഭാഗ്യവതി. എന്തെന്നാൽ ഈ ലാവണ്യമൂർത്തിയെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചല്ലോ. എത്ര ആനന്ദവതികളാണ് സത്യത്തിൽ നന്ദഗോപരും അവളുടെ ഗോപസ്ത്രീകളും ഗോപന്മാരും അവിടുത്തെ ഓരോ വൃക്ഷലതാദികളും. എന്ത് പറയാനാ, അവിടെ ഉള്ള സർവ്വപേരും ഭാഗ്യശാലികൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. അവിടെ നിന്നവർ പറഞ്ഞത് അയ്യോ എന്ത് ഭാഗ്യശാലിയാ ഈ നന്ദഗോപര്. അല്ല, ഗോപ സ്ത്രീകളാണ് ഭാഗ്യമുള്ളവർ. അതുമല്ല, യശോദയാണ് ഭാഗ്യവതി. എന്തെന്നാൽ ഈ ലാവണ്യമൂർത്തിയെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചല്ലോ അവർക്കെല്ലാം. നമ്മളും ഭാഗ്യശാലികളാണ് മക്കളെ. ഇത് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഈ കഴിഞ്ഞ വർഷമാണോ എത്ര നാളായെന്ന് അറിഞ്ഞില്ല, നമ്മൾ എന്നാ തുടങ്ങിയ ഈ നാരായണീയം. ഈ നാരായണീയം വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ഇത് അറിയില്ലായിരുന്നു. നമ്മൾ എത്ര ഭാഗ്യവതികളാ. ഇത് ഭഗവാന്റെ ഈ ചരിത്രം ഇങ്ങനെയൊക്കെ കൂടെ അതും ഇതും ഭാഗവതത്തിൽ കൂടെയും ഇതിൽ കൂടെയും ഭഗവത്ഗീതയിൽ കൂടെ എല്ലാം വായിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം. കർത്താവായ യേശുതമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന കർത്താവ് പറയുന്നത് എന്താ? ചെവിയുള്ളവരും കേൾക്കട്ടെ എന്ന്. അതെന്താ എൻ്റെ അർത്ഥം? ഇത് ഈശ്വരനും കൂടെ നമുക്കൊരു യോഗം തരണം, ഇത് കേൾക്കാൻ ഭാഗ്യം. യശോദാമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യവും ഗോപസ്ത്രീകൾക്ക് കിട്ടിയ ഭാഗ്യവും നന്ദഗോപർക്കും ആ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാം ഭഗവാന്റെ ലാവണ്യവും ഇത് കാണാനും കേൾക്കാനും ഉള്ള ഭാഗ്യം അവർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അതിനേക്കാൾ ആനന്ദ ലഹരിയിൽ മുഴുകാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവർക്കാണോ നമുക്കാണോ ഭാഗ്യമെന്ന്? ഞാൻ നോക്കിയിട്ട് എനിക്കാണ് ഭാഗ്യമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയണം. എന്താ കാരണം? ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ര ആനന്ദ ലഹരിയാണ് നമുക്ക് അനുഭവം, ആ രുചി. അപ്പം നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് നമ്മളും ചിന്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മക്കളും ഇത് ചിന്തിക്കണം. ഭഗവാൻ എത്രമാത്രം എന്ന് ആലോചിക്കുക. അങ്ങനെ ആ ഒരു അവസരം അന്ന് എല്ലാവർക്കും കാണാൻ കിട്ടി. നമ്മൾ ഉൾക്കാഴ്ച കൊണ്ട് കണ്ട് ഇത് രസിച്ച് ഇത് നുകരണം. ഈ അമൃത പാനം ചെയ്യണം. ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും ആനന്ദലഹരി നമുക്കാ കൂടുതൽ. ഒരു ഭക്തന് കിട്ടുന്ന നമുക്ക് ആനന്ദലഹരി മറ്റാർക്കും കിട്ടത്തില്ല. അവിടെ ഗോപസ്ത്രീകളും ഭക്തൻ്റെ ആണ്, അവർക്ക് കിട്ടി. പക്ഷേ നമ്മളും അതിനേക്കാൾ ഇരട്ടി അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. നമ്മളും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും ആണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഉപരി അവരന്ന് അനുഭവിച്ചതിനേക്കാൾ ഉപരി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. എന്താ കാരണം? നമുക്ക് ചെവി ഉണ്ടെന്ന് ഉള്ളതുകൊണ്ടാണ്. എന്താ, എത്രയോ പേര് ലോകത്തുണ്ട്. എത്ര പേരിത് കേൾക്കുന്നു, കാണുന്നു, ഈ വായിക്കുന്നു. 1,00,000-ൽ 10 പേരോ അല്ലെ 100 പേരോ ഒക്കെ ഇത് വായിക്കെടുക്കേ ഉള്ളൂ. അതിൽ രുചി അറിയുന്നവരും കുറച്ച് പേരേ ഉള്ളൂ. ചിലർ വായിച്ച് ഒരു മനസ്സിലാക്കി അങ്ങ് പോകുന്നത്. ആഴ്ന്നിറങ്ങുന്നവർ ഇത് ഹൃദയത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനം ഈ ഭഗവാന്റെ കഥകൾ ആഴ്ന്നിറങ്ങുമ്പോഴാണ് നമുക്ക് രുചി അറിയുന്നത്. അപ്പോഴാണ് നമുക്ക് ലഹരി ഉണ്ടാകുന്നത്. അത് ചിലർക്ക് അത് ഉദാഹരണം പറയാം. ഈ ലോകത്തിൽ മത്ത് പിടിച്ച് കിടക്കുന്ന മയക്കുമരുന്നിനൊക്കെ കള്ളുകൂടിയോ ഒക്കെ ഉള്ളവർക്ക് ആടി നടക്കുന്ന അത് വേറൊരു രീതി. അത് എന്താ വെച്ചാൽ അതൊരു ബോറ് തന്നെയാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആ രുചി ലോകത്ത് വേറെ ഒന്നിനും കിട്ടത്തില്ല. ആ ഒരു ആനന്ദലഹരി അത് എപ്പോഴും കുടിയന്മാർ കുടിച്ചാൽ അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒക്കെ കാണും. ഈ ലഹരി കിട്ടിയവർക്ക് അത് ഇടപെടാതെ എപ്പോഴും നമ്മൾ ഒരു പ്രകൃതി രമണീയത്തിലേക്ക് ഒരു ഇലയിലോട്ടോ ഒരു കാക്കയിലോട്ടോ പക്ഷി എന്തിലെ നോക്കിയാലും അതിലെല്ലാം നമുക്ക് ലഹരി അറിയാം.
ആനന്ദത്തിലെ, കാരണം ഇതെല്ലാം ഈശ്വരനാണെന്ന് ചിന്ത ആ ഉള്ളിലുണ്ടാകും. അത് അനുഭവത്തിൽ കൂടി മാത്രമേ അത് അറിയാൻ പറ്റൂ. ആ ആ ഒരു അനുഭവം നമുക്ക് വരുമ്പോഴേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആനന്ദത്തിന് അവസാനമില്ല, എപ്പോഴും ഉള്ളതാണ്. അതേസമയം കുടിക്കുന്നവർക്ക് അല്പസമയം കഴിയുമ്പോൾ അത് മാറും, വീണ്ടും അവർക്ക് കുടിക്കണം. അങ്ങനെ അവർ നശിച്ചു പോവുക ചെയ്യുക. അവരുടെ ദേഹം നശിച്ച് രോഗിയായി അത്രമാത്രം എന്തു പറഞ്ഞ അത് വെറും നാശത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ്. നമ്മളോ നിർവൃതിയിലേക്ക്, ആനന്ദത്തിലേക്ക് മുഴങ്ങി മുഴങ്ങി നമ്മൾ ആനന്ദം കൊണ്ട് ആറാടി നിൽക്കുന്ന വേറൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖമാണോ നല്ലത്, ഈ ആത്മീയമായ സുഖമാണോ നല്ലത്, നമ്മൾ അനുഭവത്തിൽ കൂടി അറിയുന്നത് എനിക്ക് പറയാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.